നമസ്കാരം. നാളെ നടക്കുന്ന രാജ്യവ്യാപക സുരക്ഷാ മോക്ക് ഡ്രില്ലിന് വേദിയാവുന്ന രാജ്യങ്ങൾ 259 സ്ഥലങ്ങളാണ്. കേരളത്തിൽ നിന്നും കൊച്ചിയും തിരുവനന്തപുരവും മാത്രമാണ് പട്ടികയിലുള്ളത്. വ്യോമാക്രമണ സൈറനുകൾ, പെട്ടെന്നുള്ള ഒഴിപ്പിക്കൽ തുടങ്ങിയ സാഹചര്യങ്ങളോടുള്ള ആദ്യ പ്രതികരണത്തിനുള്ള പരിശീലനത്തിനും മറ്റ് വിഷയങ്ങളിലുമാണ് ഈ അഭ്യാസം പ്രാധാന്യമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക മോക്ക് ഡ്രിൽ നടത്തുന്നത്. 1971 ശേഷം ഇത്തരത്തിലുള്ള ആദ്യ സംഭവത്തിനാണ് രാജ്യം സാക്ഷി വഹിക്കുന്നത് എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. നാളെ നടക്കാനിരിക്കുന്ന രാജ്യവ്യാപക മോക്ക് ഡ്രില്ലിന് മുന്നോടിയായി രാജ്യത്തുടനീളമുള്ള സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പ് വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഒരു നിർണായകമായ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരും സിവിൽ ഡിഫൻസ് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തിരഞ്ഞെടുത്ത ചില ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് മോക്ക് ഡ്രിൽ പരിപാടി പ്രധാനമായും നടക്കുക എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതിൽ കൂടുതൽ രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, പശ്ചിമ ബംഗാൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജില്ലകളാണ്. ഒന്നിലധികം അപകട സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്ന മോക്ക് ഡ്രിൽ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹി, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഗതാഗതം, ജനക്കൂട്ട നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ള ജോലികളിൽ പതിവായി ഏർപ്പെടുന്ന സജീവ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. പ്രധാനമായും സ്വമേധയായുള്ള അടിസ്ഥാനത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ശമ്പളം ലഭിക്കുന്ന ഒരു ചെറിയ കൂട്ടം ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. മോക്ക് ഡ്രില്ലിൽ പ്രധാന പരിഗണന എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ സ്ഥാപിക്കൽ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് സിവിൽ ഡിഫൻസ് വിദ്യകളിൽ പരിശീലനം നൽകുക, ബ്ലാക്ക് ഔട്ട് പ്രോട്ടോകോളുകൾ നടപ്പിലാക്കുക, നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണം, ഒഴിപ്പിക്കൽ പദ്ധതികൾ അവലോകനം ചെയ്യുക, പരിശീലിപ്പിക്കുക തുടങ്ങിയ നിലവിലെ മോക്ക് ഡ്രില്ലിന്റെ അടിസ്ഥാനം എന്നിവയാണ് പ്രധാനമായും നടപ്പാക്കുക എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. മോക്ക് ഡ്രിൽ എന്തിനാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പ്രത്യേക അപകട സാധ്യതകൾ, വിഭവങ്ങൾ, മുൻഗണനകൾ എന്നിവയെ ആശ്രയിച്ച് ഈ ഡ്രില്ലുകളുടെ സ്വഭാവവും ആവൃത്തിയും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ മോക്ക് ഡ്രില്ലിന്റെ പ്രത്യേകത. ചില രാജ്യങ്ങൾ പതിവായി ദേശീയതല ഡ്രില്ലുകൾ നടത്താറുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇത് യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങൾ അടുക്കുമ്പോഴാണ് സാധാരണയായി നടത്താറുള്ളത്. മുമ്പ് 1971 മോക്ക് ഡ്രിൽ നടന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമേ TV.